Praise the Lord. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സ്വീകരിച്ച് നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനമാണ് ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനാ നിയോഗം ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധ അൽത്താരയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥനാ നിയോഗം, പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ഈശോയുടെ കൈകളിലേക്ക് സമർപ്പിക്കും. ഈശോയെ, ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എൻ്റെ ആഗ്രഹങ്ങളും. ഇന്ന കാര്യങ്ങളിൽ ഞാൻ അസ്വസ്ഥനാണ്, ഇന്ന വിഷയങ്ങളിൽ ഞാൻ ഭാരപ്പെടുന്നുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ ജോലിയുടെ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇങ്ങനെയുണ്ട്, എൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയാണ്. ഏത് കാര്യമാണെങ്കിലും അത് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മുമ്പിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ മേൽ സംഭവിക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമകൻ്റെയും ദൈവമകളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവെ അത്ഭുതകരമായ ഒരു ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പരിശുദ്ധാത്മാവേ പഠിക്കേ. പരിശുദ്ധാത്മാവേ, ആമേൻ. അളവില്ലാതെ എന്നിൽ നിറയണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പാടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരാ പരിശുദ്ധാത്മാവേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അരയോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. മനസ്സിൽ കാണുന്ന കർത്താവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ കണ്ട ദർശനം, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു വലിയ നീരുറവ, അത് പരിശുദ്ധാത്മാവാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, 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 ഈ അഭിഷേകം എൻ്റെ മേലും ചൊരിയപ്പെടണം. പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ ചൊരിയപ്പെടണം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, സന്തോഷത്തോടെ കൈകൾ കൂപ്പി ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടുകൂടെ സ്വസ്ഥമായിട്ടിരിക്കുക. ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഈശോ ചെയ്ത് നമ്മളെ കാണിച്ചു തന്ന ഒരു പ്രവൃത്തി അതാ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷ വഴികൾ നമ്മൾ ബലപ്പെടാൻ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴാണെന്നറിയോ?
ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ഈശോ അനുഭവിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഡിവൈൻ ദൈവീക സാന്നിധ്യമാണ്. അതായത് മുമ്പോട്ടുള്ള വഴികളെ പ്രകാശിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവും നമ്മൾ അല്പസമയം ഇതിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമ പുസ്തക പശ്ചാത്തലത്തിലാണ്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴയ നിയമം ആബാപിതാവിൻ്റെതും പുതിയ നിയമം പുത്രന യേശുവിൻ്റേതും ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റേതുമാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മ സാന്നിധ്യം തുടക്കം മുതൽ അത്രമേൽ ശക്തമായി വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കാനും പഠിക്കാനും പോകുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഴയ നിയമത്തിൽ ഈ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച ചില വഴികൾ, ചില വ്യക്തികളെ കണ്ട് നമ്മുടെ ജീവിതത്തിലും ഇതേ അഭിഷേകം സ്വീകരിക്കുന്നതിന് വേണ്ടി ഈശോ നമുക്ക് മാതൃക കാണിച്ചു തന്നത് എന്താണ്? മത്തായി സുവിശേഷം 3:16 സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 1-2 നോക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിൽ എന്തായിരുന്നു അവസ്ഥ? ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1:1-2 1 ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തൊട്ടടുത്ത വചനം: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരമായിരുന്നു, രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു. ഇവയ്ക്ക് മുകളിൽ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ചൈതന്യം അവയ്ക്ക് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഈ ചലിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാവ് ചിറകടിച്ച് വരുന്നത് പോലെ നമ്മുടെ മുമ്പിലേക്കൊരു ദർശനം വരികയാണ്. ഈ ഇരുട്ട് നിറഞ്ഞ ശൂന്യമായിരുന്ന അന്ധകാരമായിരുന്നവയ്ക്ക് മുകളിൽ ചിറകടിച്ചുയരുന്ന ഒരു ജീവൻ്റെ സാന്നിധ്യം. നമ്മൾ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും കൃത്യമായിട്ട് അതിൻ്റെ ഫുട് നോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ ചൈതന്യം എന്നുള്ള സ്ഥാനത്ത് കൃത്യമായി ചില വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹീബ്രു പദം, അതായത് ദൈവത്തിൻ്റെ ആത്മാവ്, ശക്തമായ കാറ്റ്, അല്ലേ, ശക്തമായ കാറ്റ് എന്നിങ്ങനെയും വിവർത്തനം ചെയ്യാം. കൃത്യമായി അതിൻ്റെ ഹീബ്രു പദം പരിശോധിക്കുമ്പോൾ എഴുതി വരിക്കുന്നത് റൂഹ എലോഹിം. എലോഹിം എന്ന് പറഞ്ഞാൽ യാഹ്വേ, ദൈവം. റൂഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുക. റൂഹ എലോഹിം എന്ന് പറഞ്ഞേ, റൂഹ എലോഹിം. റൂവാഹ് ആണ്, അല്ലേ, റൂവാഹ്. ഹ് എന്ന് പറയുമ്പോൾ കാറ്റടിക്കും, അതിന് നമ്മൾ റൂഹ എലോഹിം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ താളിൽ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നൊരു വ്യക്തിയോട് പറയുന്ന കാര്യം, നിൻ്റെ ജീവിതത്തിലും വേണ്ടത് ഈ റൂഹ എലോഹിമാണ്. റൂഹ എലോഹിം, ഈ സ്വർഗത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കാറ്റ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിൻ്റെ മുമ്പോട്ടുള്ള വഴി രൂപരഹിതമായവയെ രൂപമുണ്ടാക്കും, അന്ധകാരമായവയ്ക്ക് പ്രകാശം നിറയും, ശൂന്യമായവയ്ക്ക് നിറവ് ലഭിക്കും. റൂഹ എലോഹിം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ഈശോ നമ്മളെ പഠിപ്പിച്ചു തന്നത് ഈ കാറ്റടിക്കാൻ വേണ്ടി, ഈ റൂഹ എലോഹിമിന് വേണ്ടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കാൻ ഇതാ സാമുവേലിൻ്റെ 1 പുസ്തകം 16 13 അതിലിങ്ങനെയുണ്ട്: അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. ദാവീദിനെ കുറിച്ചാണ് പറയണേ. ദാവീദിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മൊമെൻറ്റിൽ സംഭവിച്ച കാര്യം, അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് എന്ന വാക്ക് നമ്മൾ പഠിച്ചു, റൂഹ എലോഹിം. ഈ ദാവീദിൻ്റെ മേൽ അന്ന് മുതൽ റൂഹ എലോഹിം, ദൈവത്തിൻ്റെ ആത്മാവ് അത്രമേൽ ശക്തമായിട്ട് ആവസിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ മുമ്പിൽ വചനം സാക്ഷി. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. ഇതേ പദം തന്നെയാണ് നമ്മൾ പിന്നീട് പരിശുദ്ധ മറിയത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും. നിൻ്റെ ജീവിതത്തെ അടിമുടി ഈ പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ
ചില വ്യക്തികളെ ചില ദൗത്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിളിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഈ കൃപയാണ് റൂഹ എലോഹിം കൃപ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മളതല്ല വായിച്ചത്. ശിഷ്യന്മാരെക്കുറിച്ച് വായിച്ചപ്പോൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നതും ഈ വലിയ കൃപയാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം കൃത്യമായിട്ടറിയാം. 1 മുതൽ പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശക്തി, അല്ലേ, തീ കടന്നു വരുന്നത്, അത് അവരുടെ മേൽ അവർ അനുഭവിക്കണം. 4-ാം വചനം പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. റൂഹ എലോഹിം. ആദിമ ക്രൈസ്തവരിൽ സംഭവിച്ചത് ഇതേ അഭിഷേകം. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ, പഴയ നിയമത്തിൽ ന്യായാധിപന്മാരെക്കുറിച്ചൊരു പുസ്തകം തന്നെയുണ്ടല്ലോ, ന്യായാധിപന്മാരുടെ പുസ്തകം. അതിൽ ചില വ്യക്തികളെ നമ്മുടെ മുമ്പിൽ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. അവിടെ പറയുന്നത് ഒത്നിയേൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഒത്നിയേൽ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി, അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മെസപ്പൊട്ടോമിയ രാജാവായ കുഷന്തിയത്തിനെ കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്നിയേൽ അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ഒത്നിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് വചനം, കർത്താവിൻ്റെ ആത്മാവ് റൂഹ എലോഹിം അവൻ്റെ മേൽ വന്നു. ഈ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് ഈ ഒത്നിയേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം അടിമുടി. റൂഹ എലോഹിം ഇത് വന്നതിന് ശേഷം വചനം കൃത്യമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? അവൻ്റെ മേൽ വന്നു, അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി. അത് നടത്തുന്നതിനുള്ള കൃപ അവന് കിട്ടിയത് പരിശുദ്ധാത്മാവിലൂടെയാണ്. വീണ്ടും വചനം പറയുന്ന, അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ബിക്കെയിം ആക്റ്റീവ്. അവൻ്റെ ശുശ്രൂഷ ജീവിതം പൂർത്തീകരിക്കപ്പെടാൻ ആവശ്യമായ ഓരോരോ മേഖലകൾ പരിശുദ്ധാത്മാവിന് സമ്മാനിക്കുകയാണ്. അടുത്തതായി നമുക്ക് വായിക്കാൻ പറ്റുന്നത് 6-ാം അധ്യായത്തിൽ നമുക്ക് പരിചിതനായിട്ടുള്ള ഗിദയോനെ നമ്മൾ പരിചയപ്പെടും. ഗിദയോൻ 6-ാം അധ്യായം അതിൻ്റെ 34-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് ഗിദയോനിൽ ആവസിച്ചു, അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. കണ്ടോ, കർത്താവിൻ്റെ ആത്മാവ് ഗിദയോനിൽ ആവസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിദയോൻ എന്ന് പറയുന്നൊരു വ്യക്തിയിൽ റൂഹ എലോഹിം, ദൈവത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ ശക്തി ഈ ഗിദയോനിലോട്ട് കടന്നു വന്നപ്പോൾ ഇത് അവൻ ശക്തനാവുകയാണ്. ദൈവജനത്തിൻ്റെ മുമ്പിൽ ഒരു ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വീണ്ടും വായിക്കാവുന്ന മറ്റൊരു വചനഭാഗം 14-ാം അധ്യായത്തിൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരാളെ നമ്മൾ പരിചയപ്പെടും. അത് സാംസനെ കുറിച്ചാണ്. 14-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു, ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. കണ്ടോ, കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ഈ ആവാസം അവൻ്റെ ഉള്ളിൽ അനുഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ പിന്നീട് സംഭവിക്കുന്നതിന് അവൻ തിന്മയെ എതിർക്കാൻ തുടങ്ങും. അവന് ജനത്തെ നയിക്കാനുള്ള കൃപ ലഭിക്കും. അവൻ്റെ പ്രവർത്തികളിൽ അടിമുടി വ്യത്യാസമുണ്ടാകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിനക്കും ഈ കാലഘട്ടത്തിൽ ആവശ്യം എന്തുവാ? റൂഹ എലോഹിം. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വലിയ കൃപ, സ്വർഗത്തിൻ്റെ ശക്തി പഴയ നിയമ പുസ്തകത്തിൽ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ വെച്ച് വിളമ്പുന്ന ഈ സ്വർഗത്തിൻ്റെ ശക്തി റൂഹ എലോഹിം. ഈ ദിവസങ്ങളിലൊക്കെ പലതവണ ഈ വാക്കിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. റൂഹ എലോഹിം, സ്വർഗത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലും ആവസിക്കപ്പെടണം. പഴയ പുസ്തകത്തിൽ ന്യായാധിപന്മാരിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് നമുക്ക് വായിക്കാം. മറ്റൊരു വചനഭാഗം, രാജാക്കന്മാരിലും ഇതേ കൃപയാണ് സംഭവിക്കുക. രാജാക്കന്മാരിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇത് സാമുവേല് സാവൂളിനോട് പറഞ്ഞ കാര്യമാണ്. വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു 9-ാം തിരുവചനം. സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു.
സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവചനം. നമ്മൾ നേരത്തെ ദാവീദിനെ കുറിച്ച് കണ്ടത് ശ്രദ്ധിച്ചോണേ. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. റൂഹ എലോഹിം. എസക്കിയേൽ പ്രവാചകനെ കുറിച്ചൊരു കുഞ്ഞു വചനമുണ്ട്, നമുക്ക് തുറക്കാം. എസക്കിയേലിൻ്റെ പ്രവചനം, അത് 2-ാം അധ്യായം 2-ാം തിരുവചനം. ബുക്ക് ഓഫ് എസക്കിയേൽ ചാപ്റ്റർ 2 വേഴ്സ് 2. 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നു, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പരിശുദ്ധാത്മാവ് എസക്കിയേൽ പ്രവാചകനെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. ശുശ്രൂഷ മേഖലകളിൽ വീണുപോയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നെ ഉറപ്പിച്ചു നിർത്തും. പരിശുദ്ധാത്മാവ് നിനക്ക് ബലം നൽകും. പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ മുമ്പിൽ ലജ്ജ കൂടാതെ നിവർന്നു നിൽക്കാനുള്ള കൃപ നൽകും. ഒരുപക്ഷെ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ അപമാനഭാരത്താൽ കുനിഞ്ഞു പോയവർ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് കാരണം വീടിന് പുറത്തിറങ്ങാത്തവർ, വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കണം. നിനക്ക് വേണ്ടിയാണ് നിന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്താൻ റൂഹായിലോഹിം, സ്വർഗത്തിൻ്റെ ശക്തി നമുക്ക് ഇതാ കടന്നു വരികയാണ്. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഈ സ്വർഗത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയാവണം. പ്രവാചകന്മാരിൽ, രാജാക്കന്മാരിൽ, ദൈവപുരുഷന്മാരിൽ പ്രവർത്തിച്ച റൂഹ എലോഹിം, ദൈവമേ എൻ്റെ മേലും പ്രവർത്തിക്കണം. ആഗ്രഹിക്കുന്തോറും പരിശുദ്ധാത്മാവിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. യേശുവെന്ന് പറയുന്നത് ഒരു സൗജന്യ ദാനമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ഇച്ചിരി വില കൊടുക്കണം, കഷ്ടപ്പെടണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ മേൽ സ്വർഗത്തിൻ്റെ ശക്തി വെളിപ്പെടും. വിശ്വസിക്കുക. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമേ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അത് അത്ഭുതകരമായി നമ്മുടെ മേലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കണം. ഈശോയെക്കുറിച്ച് വചനം നമ്മൾ വായിച്ചു. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പ് ഇതാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്ഭുതകരമായ കൃപ സ്വീകരിച്ചുകൊണ്ടാണ് പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിയത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വ്യക്തിയെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അത് രാജാക്കന്മാർ, പ്രവാചകന്മാർ, ദൈവപുരുഷന്മാർ, അവരെല്ലാവരും വചനം പഠിപ്പിക്കുന്ന കാര്യം അവരുടെ എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട കാര്യം, എൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ദാഹിക്കണം. ഒരുപക്ഷെ നമുക്ക് കൂദാശകളിലൂടെ കിട്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസാദവരം അത് ജ്വലിപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയാണിത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരത്തെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ആഹ്വാനം ചെയ്യുന്നു.
ഇതായി ശുശ്രൂഷ സമയത്ത് നമുക്കും ആഗ്രഹിക്കും. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആ വലിയ ശക്തി ഞങ്ങളുടെ മേലും പ്രവഹിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കൈകളടിച്ചിന്റെ ആത്മാവിറങ്ങി വന്നു. ആമേൻ. മനുഷ്യർക്കു മേലാവസിച്ചു. ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു. മനുഷ്യർക്കു മേലാവസിച്ചു. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ചേർന്ന് പാടി. നിറയണമേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. മനുഷ്യർക്ക് മേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ആമേൻ. സംഭവിക്കട്ടെ. മനുഷ്യർക്കു മേലാവസിച്ചു. ആമേൻ. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവേ നിറയണമേ. ഉയർത്തി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളുടെ മേൽ സംഭവിക്കപ്പെടട്ടെ. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് അത്ഭുത ശക്തി കൈകൾ അടിച്ച് ഞങ്ങളിൽ നിറയണമേ. ആമേൻ, ആമേൻ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ചേർന്നൊന്ന് പാടുകേ. പരിശുദ്ധാത്മാവേ, ആമേൻ. ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ പാടിയേ. പരിശുദ്ധാത്മാവേ, ആമേൻ, ആമേൻ. ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാടാം, പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി ഞങ്ങൾ പ്രവർത്തിക്കട്ടെ, അത്ഭുതകരമായി ഞങ്ങൾ പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധനേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവിക ശക്തി സ്വീകരിക്കുന്നതിന് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തടസ്സങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്താണ് നിൻ്റെ ജീവിതത്തിൽ ഈ ദൈവിക ശക്തി സ്വീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ? ഒരു നിമിഷം കണ്ണുകളടച്ച് അവയൊക്കെ നമുക്ക് അൾത്താരയിലേക്ക് സമർപ്പിക്കുന്നതിൻ്റെ സൂചന പോലെ രണ്ട് കരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിക്കണം. ഈശോയെ, എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ നീണ്ട നാളുകളായി ചില ദുശീലങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിട്ടുമാറാതെ നമ്മളെ ചില ദുശീലങ്ങൾ പീഡിപ്പിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ദുശീലങ്ങളെ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ്, വിരോധം, അസ്വസ്ഥതയുണ്ടോ? ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില ജഡിക പാപങ്ങളുടെ പീഡകൾ, സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗഭോഗത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, അപ്രകാരമുള്ള ചില തിന്മയുടെ പീഡകൾ നിന്നെ പീഡിപ്പിക്കുന്നുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തെറ്റായ ഏതെങ്കിലും ജീവിത ശൈലികൾ, എന്തെങ്കിലും അടിമത്തം, മയക്കുമരുന്നിൻ്റെ, മദ്യപാനത്തിൻ്റെ, ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തം, മൊബൈൽ ഫോണിൻ്റെ അടിമത്തം നിനക്കുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മേൽ അത്ഭുതകരമായൊരു ദൈവകൃപ കടന്നു വരട്ടെ. ഏതെങ്കിലും മടി, അലസത, ഉന്മേഷക്കുറവ്, ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ നിൻ്റെ ഉള്ളിലുണ്ടോ? പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, ഇപ്രകാരമുള്ള അന്ധകാര പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ.
ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. ഒരു പുതിയ അഭിഷേകം നിന്നിലേക്ക് സൃഷ്ടിക്കപ്പെടുകയാണ്. ആഗ്രഹിക്കണം. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. ആഗ്രഹിക്കണം. യേശുവേ, ഇപ്പോൾ ഞാൻ സ്വീകരിക്കാൻ പോകുന്ന ആശീർവാദം കർത്താവേ എൻ്റെ മേൽ അത്ഭുതകരമായൊരു വിടുതലിൻ്റെ ആശീർവാദമായി മാറട്ടെ. ആഗ്രഹിച്ച് കരങ്ങൾ അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എന്നിലെ ദോഷങ്ങൾ നീക്കണമേ പരിശുദ്ധാത്മാവേ. എന്നിലെ ബന്ധനങ്ങൾ നീക്കണമേ പരിശുദ്ധാത്മാവേ. എന്നിലെ ദോഷങ്ങൾ നീക്കണമേ പരിശുദ്ധാത്മാവേ. എന്നിലെ ബന്ധനങ്ങൾ നീക്കണമേ പരിശുദ്ധാത്മാവേ.